ഗുജറാത്തിൽ 1950 സെപ്റ്റംബർ 17 ജനിച്ച നരേന്ദ്രദാസ് മോദി ഇന്ന് 74-ാം പിറന്നാളിലേക്ക് കടക്കുകയാണ്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈ പിറന്നാളിനോടനുബന്ധിച്ച് കുറച്ച് പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്താം അദ്ദേഹത്തിൻ്റെ പദ്ധതികളെ കുറിച്ചാണ്? അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പിറന്നാൾ, അദ്ദേഹം ഈ 10 വർഷം അല്ലെങ്കിൽ 11 വർഷം കൊണ്ട് രാജ്യത്തുണ്ടാക്കിയ മാറ്റങ്ങൾ, ഇതൊക്കെ ഒരു വലിയ ചർച്ചാ വിഷയമാകേണ്ട കാര്യം തന്നെയല്ലേ? തീർച്ചയായും. ഏതായാലും നമുക്ക് ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നമ്മുടെയും ABC-യുടെ പ്രേക്ഷകരുടെയും പേരിൽ ഹൃദ്യമായ പിറന്നാൾ ആശംസകൾ നേരാം. അദ്ദേഹം ഒരുപാട് കാലം ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളോടെ ജീവിക്കട്ടെ. കാരണം അദ്ദേഹം ഈ രാജ്യത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ടൂളാണ്. ഞാൻ കരുതുന്നത് അദ്ദേഹത്തെ ടൂളെന്നാണ് കരുതുന്നത്. കാരണം വിധി ഓരോ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ പറയുമല്ലോ, നമ്മളെല്ലാം വിധിയുടെ കയ്യിലെ കളിപ്പാവകളാണെന്ന് പറയും. അങ്ങനെ ഭാരതത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാൻ വിധി കരുതി വെച്ചിട്ടുള്ള ഒരു ടൂളാണ് നരേന്ദ്ര ദാമോദർ മോദി എന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി എന്ന് ഞാൻ കരുതുന്നു. കാരണം മോദി വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ പല രാജ്യങ്ങളിലും നമ്മുടെ നാടിന് പുറത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നോട് വിദേശത്തൊക്കെ UK-യിലും ജർമ്മനിയിലും ഒക്കെ ഉള്ള ആളുകൾ പറയാറുണ്ട്. എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ BJP രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണ്. പക്ഷേ അവരൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി കൊള്ളാം കേട്ടോ, ഞാൻ BJP-ക്കാരനൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ PM ഇവിടെ വന്നു പോയതിന് ശേഷം ഇന്ത്യക്കാരൻ എന്ന് പറയാൻ ഒരു ഗമയൊക്കെ ഉണ്ട്. അപ്പോൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ യശസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ശിരസ് ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കാൻ നരേന്ദ്രമോദിയുടെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലോകത്ത് എന്തു പ്രശ്നമുണ്ടാവട്ടെ, ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്ന ഏത് ചലനങ്ങളിലും ഇന്ത്യയുടെ പ്രതികരണം ലോകരാഷ്ട്രങ്ങൾ, ലോക ജനത ഉറ്റുനോക്കുന്നു. അതൊരുപാട് കാലത്തിന് ശേഷം ഉണ്ടായൊരു മാറ്റമാണ്. നമ്മൾ നോക്കും, ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നു. ഇന്ത്യ ഇടപെടണമെന്ന് രണ്ട് കൂട്ടരും ആഗ്രഹിക്കുന്നു. റഷ്യയിൽ പോയി പുതിനെ കാണുമ്പോൾ സെലൻസ്കിക്ക് വടക്കം വരുന്നു, സെലൻസ്കിയെ പോയി കാണുന്നു. രണ്ടുപേരെയും ഒരു മേശയ്ക്ക് ചുറ്റും എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ പലസ്തീനിലെ യുദ്ധം രണ്ടു കൂട്ടരും, ഈ പാലസ്തീനും ആഗ്രഹിക്കുന്നു, ഇസ്രയേലും ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ ഒരു ഇടപെടൽ വേണമെന്ന്. പക്ഷേ ഇന്ത്യ എടുക്കുന്നത് വളരെ ഡിപ്ലോമാറ്റിക്കായി നമ്മൾ തീവ്രവാദത്തെ, ഏത് തരത്തിലുള്ള തീവ്രവാദത്തെയും നമ്മൾ എതിർക്കുന്നു. അത് ഹമാസിൻ്റെ തീവ്രവാദത്തെ ഉൾപ്പെടെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം യുദ്ധം എന്ന് പറയുന്നത് എല്ലാ യുദ്ധങ്ങളുടെയും ഇരകൾ നിരപരാധികളായ മനുഷ്യർ കൂടിയാണ്. അവർക്ക് ജീവിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കൽ കൂടിയാണ് യുദ്ധം. അതുകൊണ്ട് യുദ്ധത്തെ നമ്മൾ എതിർക്കുന്നു. പക്ഷേ ഞാൻ മോദിയുടെ ഒരു വളർച്ച എന്ന് പറയുമ്പോൾ, മോദിയെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചിട്ടുണ്ട്? കോഴിക്കോട്ട് 1-2 പരിപാടിയിൽ. പക്ഷേ ഞാനിങ്ങനെ ഇത്ര അടുത്ത് കണ്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം വന്ന് പ്രധാനമന്ത്രിയല്ല, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹം, വർഷം ഞാൻ മറന്നുപോയി, ഒരു 2015 ഒരു, പക്ഷേ അതിനൊക്കെ തൊട്ട് മുമ്പായിരിക്കും, 2013-ലോ 2014-ലോ ആയിരിക്കണം. അല്ല, അതിനു മുമ്പാണ്, 2010-ലോ മറ്റാണെന്ന് തോന്നുന്നു. നോക്കി റഫർ ചെയ്താൽ ഡേറ്റ് കിട്ടും. അദ്ദേഹം നമ്മുടെ MG റോഡിൽ, എറണാകുളത്ത് MG റോഡിൽ ജസ്റ്റിസ് BR കൃഷ്ണയ്യരുടെ വീടായ സദ്ഗമയിൽ വരുന്നു. സദ്ഗമയിൽ മോദി വരുന്നുള്ളത് നേരത്തെ അറിഞ്ഞു. അപ്പോൾ തലേദിവസം തന്നെ ഗുജറാത്ത് പോലീസൊക്കെ വന്ന് അവിടെ പരിശോധനയൊക്കെ നടത്തി. അപ്പോൾ അതൊരു കൗതുകമായിരുന്നു. ഗുജറാത്ത് അന്ന് മോദിയെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ നിൽക്കുന്ന കാലമാണ്. മോദിക്ക് അമേരിക്ക വിസ നിഷേധിക്കുന്നു, മോദി ഗുജറാത്തിലെ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനാണ്, നരാധവനാണ്, നരഭോജിയാണ്, ശൂലം, ഭ്രൂണം, കുന്തം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു നറേറ്റീവ്സൊക്കെ നിൽക്കുന്ന സമയത്താണ് മോദി കൃഷ്ണയ്യരെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ചിലർക്ക് ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയാണല്ലോ കൃഷ്ണയ്യർ. ആദ്യത്തെ ഇടതു മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ആളാണ്, ആഭ്യന്തരമന്ത്രിയായിരുന്നു കൃഷ്ണയ്യർ. അങ്ങനെയുള്ള കൃഷ്ണയ്യർ ഒരു പക്ഷേ മോദിയെ കാണത്തില്ല എന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാരൊക്കെ കരുതിയിരുന്നത്. പക്ഷേ മോദി പറഞ്ഞു, അല്ല, മോദി വരട്ടെ എന്നായിരുന്നു കൃഷ്ണയ്യർ പറഞ്ഞത്. അങ്ങനെ കൃഷ്ണയ്യരുടെ വീട്ടിലേക്ക് മോദി വരുന്നു. അപ്പോൾ കൗമുദി ഓഫീസ് ആ റോഡിൻ്റെ, കൃഷ്ണയ്യരുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ്, റോഡ് ക്രോസ് ചെയ്താൽ മതി, ഒരു 10 അടി നടന്നാൽ മതി. അപ്പോൾ ആ വീട്ടിൽ നമുക്ക് കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ട്. സദ്ഗമയിൽ നമ്മൾ സ്ഥിരം പോവുകയും സ്വാമിയായിട്ട് കാണുകയൊക്കെ ചെയ്യുന്ന ഒരു ബന്ധം എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ തലേന്ന് പോയി പിറ്റേന്ന് മോദി വരുന്നതിന് മുമ്പ് ആ വീടിനുള്ളിൽ കയറി നിൽക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. അപ്പോൾ കൃഷ്ണയ്യരിയ്ക്കുന്ന മുറിയിൽ ഉണ്ടായിരുന്ന 10-12 പേരിൽ ഒരാളായിട്ട് ഞാൻ മോദിയെ കണ്ടു. അന്ന് അദ്ദേഹം ഈ വേഷമൊന്നുമില്ല, ഒരു വൈറ്റ് കുർത്ത ഇട്ടിട്ടാണ് മോദി വന്നത്. അവിടെ വന്നു, സ്വാമിയെ കണ്ടു, സ്വാമിയോട് സംസാരിച്ചു. ഒരു 15-20 മിനിറ്റ് അവിടെ നിന്ന് ചിലവഴിച്ചിട്ട് മോദി മടങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് അന്ന് തന്നെ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിസ്മ, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ, വളരെ വിനയത്തോടെ പെരുമാറുന്നു, മറ്റുള്ളവരെ ആദരിക്കുന്നു,
ഒരു നമ്മൾ പറയുന്ന ഒരു മോദിയല്ല, ഭീകരനായ ഒരു മോദിയുടെ ചിത്രമാണ് മാധ്യമങ്ങൾ നമുക്ക് തന്നിരുന്നത്. കേട്ടറിഞ്ഞ മോദി അല്ല, കേട്ടറിഞ്ഞ മോദിയല്ല, കണ്ട മോദി. അദ്ദേഹം വന്നിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ശരീരഭാഷയിൽ ആ മുറിക്കുള്ളിലേക്ക് കയറി വരുന്നു. ആ മുറിക്കുള്ളിൽ നിൽക്കാൻ കഴിഞ്ഞാൽ 10-15 പേരിലൊരാൾ, 15 പേരൊന്നുമില്ല, 10-12 പേരിലൊരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തൊട്ടടുത്ത് കാണാനും അദ്ദേഹം എങ്ങനെ പെരുമാറുന്നു, ഈ ഒരു ജാടയും ഇല്ലാതെ വളരെ കൂളായി വളരെ സിമ്പിളായി പെരുമാറുന്ന ഒരു നരേന്ദ്രമോദി അന്ന് കണ്ടു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ വലിയ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗുജറാത്ത് പോലീസിൻ്റെ ഒരു IG നേരിട്ട് വന്നിട്ടാണ് ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മോണിറ്റർ ചെയ്തിരുന്നത്. കാരണം മോദിക്ക് വലിയ ഭീഷണികളുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ നിന്നുള്ള പോലീസ് സംഘമൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊപ്പം ഈ പുതിയ ഇപ്പം നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ നമ്മുടെ തൃശ്ശൂർക്കാരൻ കൈലാസനാഥ് IAS ഓഫീസർ, അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഗവർണറാണല്ലോ, കൂടെ ഉണ്ടായിരുന്നു, പുള്ളി കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ടും സംസാരിച്ചു. ആ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോയി. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വല്ലാതെ മനസ്സിലൊരു തോന്നലുണ്ടായി, ഈ മനുഷ്യൻ ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിക്കാൻ പോകുന്ന ഒരാളാണ്. ഞാനന്നൊരു മോദി ഫാനൊന്നുമല്ല, മോദിയോട് നമുക്കൊരു സ്നേഹമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. ഗുജറാത്തിൽ അദ്ദേഹം എടുക്കുന്ന വളരെ ധീരമായ നിലപാടുകൾ ഗുജറാത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ, ഒരു ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അബ്ദുള്ള കുട്ടിയൊക്കെ പറഞ്ഞ, അതെ ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാപ്പ കുത്തി നമ്മളെ മാറ്റുന്നൊരു കാലമാണ്. അപ്പോൾ എന്നാലും അദ്ദേഹത്തിന് ഗുജറാത്ത് മോഡൽ ചർച്ച ചെയ്യാവും, അതിനോടൊക്കെ ഒരു ആരാധന ഉണ്ടായിരുന്ന സമയമാണ്. അതെല്ലാം കഴിഞ്ഞു. പിന്നീട് ഞാൻ എറണാകുളത്ത് എൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തുന്ന വളരെ മുതിർന്നൊരു സീനിയർ അഡ്വക്കേറ്റ് ഉണ്ട്. അദ്ദേഹം കമ്പനി കേസുകൾ നോക്കുന്ന അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എറണാകുളത്തെ ഏറ്റവും മുതിർന്ന കമ്പനി കേസുകൾ നോക്കുന്ന അഭിഭാഷകൻ. അദ്ദേഹം ഹിന്ദു അല്ല എന്നുകൂടി പറയാം, പേര് ഞാൻ പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കമ്പനി കേസുമായൊക്കെ ബന്ധപ്പെട്ട ഡിസ്കഷന് വേണ്ടി ഇടയ്ക്ക് ഞാൻ മാനേജ്മെൻറ്റിന് വേണ്ടി ഞാൻ പോകാറുണ്ട്. അങ്ങനെ ഇന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം പ്രധാനമന്ത്രിയാവേണ്ടത് നരേന്ദ്രമോദിയാണ്. അപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്നുള്ള ഒരു ആശയം പോലും ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, മോദി പ്രധാനമന്ത്രിയോ ഗുജറാത്ത് മുഖ്യമന്ത്രി? ഉറപ്പായും മോദിയാണ് അടുത്ത പ്രധാനമന്ത്രി. നമുക്ക് അദ്വാനിയെ മാറ്റിയെടുത്തൊരു ചിന്തയില്ല, ഒരു ചിന്ത പോലും ഇല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ പേര് പറയാം, അദ്ദേഹം പത്രോസ് മത്തായി സാറാണ്, സീനിയർ അഡ്വക്കേറ്റായ പത്രോസ് മത്തായി. അദ്ദേഹം പറഞ്ഞു മോദിയാണ് അടുത്ത പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ ആശ്ചര്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഈ ബിസിനസ് മേഖലകളിലൊക്കെ ഗുജറാത്തിലെ നടക്കുന്ന മാറ്റങ്ങൾ വ്യവസായ ലോകം വലിയ കൗതുകത്തോടെ നോക്കുകയാണ്. വലിയ മാറ്റമാണ്. അവിടെ സംരംഭകർക്ക് വലിയ അവസരങ്ങൾ ഉണ്ടാകുന്നു, വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് റെഡ് കാർപ്പറ്റ് വെച്ച് വിളിക്കുകയാണ്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനം അത്രയും ആ സ്റ്റേറ്റിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കാൻ വേണ്ടി മോദി എന്ന മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ, നയങ്ങൾ വ്യവസായ ലോകത്തെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നുവെന്ന് ആ കോർപ്പറേറ്റ് അഭിഭാഷകനായ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അവരുടെ ആ ഭാഗത്ത് കമ്പനികളുടെ അഭിഭാഷകനെന്നതിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഭാവിക്ക് അദ്ദേഹത്തെ പോലെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ രാജ്യത്ത് വലിയ മാറ്റം ഉണ്ടാകും എന്ന് അദ്ദേഹം പരിണിതപ്രജ്ഞനായ പത്രോസ് മത്തായി സാറ് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോഴും നമ്മുടെ മനസ്സിൽ മോദി പ്രധാനമന്ത്രിയാവും എന്നുള്ള ചിത്രമില്ലായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറി. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മാറുകയാണ്. അപ്പോഴും പലരും പറഞ്ഞു മോദിക്കൊന്നും ജയിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു അല്ലേ മോദി വന്നത്. വലിയ മാറ്റം, വലിയ ആവേശമായിരുന്നു. അത് യുവാക്കളടക്കം സോഷ്യൽ മീഡിയയിലൂടെ വലിയ ക്യാമ്പയിനായിട്ട് അത്. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് മോദി വളരെ ചെറിയ തോതിൽ വഡോദരയിലെ തീവണ്ടി സ്റ്റേഷനിൽ ചായ വിറ്റ് നടന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പം നമ്മൾ പറയും നമ്മുടെ ജനാധിപത്യത്തിൽ എനിക്കും സിനുവിനും ഇത് കേൾക്കുന്ന ഓരോ പ്രേക്ഷകനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ രാഷ്ട്രപതി വരെയും ആകാൻ കഴിയുമെന്നാണ്. അങ്ങനത്തെ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളതെന്ന് പറയാം. പക്ഷെ നമുക്കാർക്കും കഴിയില്ല. കാരണം നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ സങ്കല്പമൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇറ്റ്സ് ഇമ്പോസിബിൾ. പക്ഷേ വഡോദര റെയിൽവേ സ്റ്റേഷനിൽ വഡോദര റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടന്ന ഒരു ബാലൻ പിന്നീട് അയാൾ സംഘപ്രവർത്തകനാകുന്നു. സംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രചാരകനാകാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് ഗൃഹസ്ഥാശ്രമം വിട്ടു പോയതുപോലെ ഗൃഹസ്ഥം വിട്ട് ഒരു സന്യാസ ജീവിതത്തിൽ, സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിക്കലാണ് അല്ലേ. നരേന്ദ്രമോദിയുടെ സഹോദരങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഓട്ടോറിക്ഷ ഓടിച്ചൊക്കെ ജീവിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മന്ത്രിയുടെ ബന്ധുക്കളൊക്കെ ഏത് നിലയിലാണെന്ന് ആലോചിച്ച് നോക്കണം. മന്ത്രി എന്ന് പറഞ്ഞാൽ MLA ആയാൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ താരതമ്യം ചെയ്യും. മോദിയെ നിങ്ങൾ വിമർശിക്കൂ, മോദിയെ എതിർക്കൂ, പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ഇപ്പോൾ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്
അദ്ദേഹം സന്യാസം സ്വീകരിച്ചു, വീട് വിട്ടുപോയി. 25-26 വർഷം കഴിഞ്ഞിട്ടാണ് സ്വന്തം മാതാവിനെ കാണാൻ പോകുന്നത്. അപ്പോൾ സന്യാസം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അത് വീട്ടുകാരെ നോക്കാത്ത ഒരാളെന്നൊക്കെ പരിഹസിക്കുന്ന ചില പ്രത്യേക പേരുകാരുണ്ടാവും. അവർക്കൊന്നും മനസ്സിലാവില്ല. കാരണം അത് നമ്മുടെ ഒരു മൂല്യങ്ങൾ, നമ്മുടെ സംസ്കാരമൊക്കെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ആളുകൾ മാറുന്നത്. അങ്ങനെ മോദി വീട് വിട്ട് മുഴുവൻ സമയം സംഘത്തിൻ്റെ RSSൻ്റെ പ്രവർത്തകനായി മാറുന്നു. നാഗ്പൂരിലെയും അല്ലെങ്കിൽ RSSൻ്റെ വിവിധ കാര്യാലയങ്ങളിൽ ബെഞ്ചിൽ കിടന്നുറങ്ങുന്നു. അവിടെ ചായ വാങ്ങാൻ പോകുന്നു. അവിടെ മറ്റെല്ലാവരും ഊഴമ്പ് ചെയ്യുന്ന പോലെ അവിടുത്തെ ശുചിമുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൃത്തിയാക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തു വന്ന ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ഡൂൺ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല, കേംബ്രിഡ്ജിൽ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ഒരു എലീറ്റ് ക്ലാസ്, പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക വർഗം, വരേണ്യ വർഗത്തിന് കിട്ടുന്ന ഒരു പദവിയാണെന്ന് കുറേ കാലമായി ഒരു സാധനം ഉണ്ടായി വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കാംക്ഷിയാണ്, സോണിയാഗാന്ധി കാംക്ഷിച്ചിരുന്ന ആളാണ്, മൻമോഹൻ സിംഗ്, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, നെഹ്റു ഒക്കെ നോക്കൂ. അവരൊക്കെ വലിയ അഭിജാത കുടുംബങ്ങളിൽ ജനിച്ച് സമ്പന്നതയുടെ നടുത്തട്ടിൽ അല്ലേ, അവിടെ 6 അടി വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവരൊക്കെയാണ്. അവർക്കൊക്കെ കിട്ടുന്ന ഒരു പദവിയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി പദം എന്നുള്ള ഒരു സങ്കല്പം തകർത്തെറിഞ്ഞിട്ടാണ് മോദി വന്നത്. അത് ഒരുപാട് പേർക്ക് സൂചിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മോദിയെ ചായവാല എന്ന് ആക്ഷേപിച്ചത്. ഒരു രാഷ്ട്രീയക്കാരൻ ഒരാൾ ചായ വിൽക്കുന്നത് വളരെ മോശമാണ് എന്ന് തരത്തിൽ ആക്ഷേപിച്ചു. ഏറ്റവും മോശപ്പെട്ട ജാതിക്കാരനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അപ്പോൾ ഇതൊക്കെ നോക്കൂ, ഒരു വ്യക്തി ഇങ്ങനെ എമേർജ് ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പകരം ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക, ചെയ്ത തൊഴിലിൻ്റെ പേരിൽ ആക്ഷേപിക്കുക, അതൊക്കെ ഈ ഒരു ക്ലാസ്സിന് അസഹിഷ്ണുതയാണ്. ഇങ്ങനെ വളരെ സാധാരണക്കാരനായ, പട്ടിണി അറിഞ്ഞിട്ടുള്ള, തറ തൂത്തിട്ടുള്ള, ചായ വിറ്റിട്ടുള്ള, കക്കൂസ് കഴുകിയിട്ടുള്ള ഒരാൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുന്നു എന്ന് പറഞ്ഞാൽ അവർ കണ്ടുവച്ചിട്ടുള്ളൊരു ബ്രാഹ്മണ്യം, ഇവർ തന്നെ പറയുന്ന ഒരു പദമാണല്ലോ ബ്രാഹ്മണ്യം, ബ്രാഹ്മണിക്കൽ ഹെജിമണി. അത് ബ്രാഹ്മണിക്കൽ എന്ന് പറഞ്ഞ ഹെജിമണി എന്ന് പറയുന്നത് ഇപ്പോൾ പൂണൂലിട്ടനെ മാത്രമല്ല, ഒരു സ്വാധീനമുള്ള ആര് വന്നാലും അതിന് പറയുന്നൊരു ഒരു വാക്കായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി ഉണ്ട്. അതായത് ഇവരുടെ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന അതിസമ്പന്നരുടെ ഒരു കൂട്ടായ്മ. അവർക്ക് മാത്രമാണ് രാജ്യത്തെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ തകർത്തുകൊണ്ടാണ് മോദി വന്നത്. അദ്ദേഹം സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ, ഞാനിതെപ്പോഴും വീണ്ടും പറയുന്നു, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 5-10 രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരെടുക്കുക. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ചിദംബരം, ജയറാം രമേശ്, അഖിലേഷ് യാദവ്, ഇങ്ങനെ കുറേ പേരുടെ ഒരു 10 പേരുടെ പേരെടുക്കൂ നിങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാലിൻ എടുക്കൂ. എന്നിട്ട് അവരുടെ കുടുംബത്തിലെ അവരുടെ സഹോദരങ്ങൾ, അടുത്ത ബന്ധുക്കൾക്ക് എങ്ങനെ ജീവിക്കുന്നു എന്ന് ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നോക്കുക. അപ്പോൾ അറിയാം, നിങ്ങൾ ഞെട്ടിപ്പോവും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിൽ, ചിന്തകളിൽ ഒരു സ്വതന്ത്രതയുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുൾ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ അധികാരമുള്ള, കരുത്തുള്ള ഒരു പദവി ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. അത്തരം ഒരു പദവിയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എത്ര ബന്ധുക്കൾ ഈ അധികാര സ്ഥാനങ്ങളോട് ഒട്ടി നിൽക്കുന്നുണ്ട് ആലോചിക്കണം. അവിടെയാണ് മോദി വ്യത്യസ്തനാവുന്നത്. ഇത് നിങ്ങൾ കാണാതിരിക്കുകയാണ്. ഇത് കാണാതിരുന്നിട്ടാണ് മോദിയെ കാണാതിരിക്കുകയാണോ കണ്ണടച്ചിരുട്ടാക്കണോ? കാണാതിരിക്കൽ എന്ന് പറഞ്ഞത് കണ്ണടച്ചിരുട്ടാക്കൽ തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കണം. പിന്നെ മറ്റൊന്നുണ്ട്, ഒരു സർക്കാർ 10 വർഷം പൂർത്തിയാക്കുന്നു. ഒരു സർക്കാരിലെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കുറേ അലിഗേഷൻസ് വരും അല്ലേ? അതെ അതെ. അപ്പോൾ AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്നു. സൈന്യത്തിന് വേണ്ടി ഒന്നും വാങ്ങിയില്ല, ആരോപണങ്ങളെ ഭയന്നാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇടപാടൊക്കെ വേറെ നടന്നിട്ടുണ്ട്, വേറെ ആമ്പിള്ളേർ നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോൾ 10 വർഷവും 100 ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നിട്ടു. ഈ സർക്കാരിൽ ഒരൊറ്റ മന്ത്രിക്കെതിരെ 1 രൂപയുടെ അഴിമതി ആരോപണം വന്നിട്ടില്ല. അതൊരു വലിയ ക്വാളിറ്റി അല്ലേ? അതെ, അത് ക്വാളിറ്റിയാണ്. അത് നമ്മൾ അംഗീകരിക്കണം. പിന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ അസാധ്യമെന്ന് കരുതിയിരുന്ന തീരുമാനങ്ങൾ, ഇപ്പോൾ ആർട്ടിക്കിൾ 370 റദ്ദാക്കി. നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത്രയും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് താൽക്കാലികമാണ്. 370 പദവി, കാശ്മീരിൻ്റെ പ്രത്യേക പദവി, കാശ്മീരിൻ്റെ പ്രത്യേക രാജ്യം പോലെ ഉള്ള അവസ്ഥ താൽക്കാലികമായി കൊടുത്തതാണ്. അത് തുടരാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. ഇപ്പോൾ നോക്കും, മോദി അത് സ്ക്രാപ്പ് ചെയ്തു. അതിനുശേഷം കാശ്മീരിലെ ആദ്യത്തെ ഇലക്ഷൻ നാളെ കഴിഞ്ഞ് വോട്ടിംഗ് നടക്കുകയാണ്. അതെ, കോൺഗ്രസ് ഇറക്കിയ പ്രകടന പത്രികയിലും 370 കുറിച്ച് മിണ്ടുന്നില്ല. 370 വകുപ്പ് ഞങ്ങൾ വന്നാൽ റദ്ദാക്കുമെന്ന് പറയാനുള്ള തന്നെ കോൺഗ്രസ് പാർട്ടിക്കില്ല. അപ്പം എടുക്കുന്ന തീരുമാനങ്ങളിൽ അചഞ്ചലമായ തീരുമാനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മുത്തലാഖ് അതാണ്. മുത്തലാഖ് നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഈ മുസ്ലിം സ്ത്രീകളെ 3-ാം കിട
വസ്തുക്കൾ കമ്മോഡിറ്റീസ് ആയിട്ട് കാണുന്ന ഒരു കാര്യം. ഒരാൾക്ക് വെറുതെ വാട്സാപ്പിൽ തലാഖ് 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 എന്ന് പറഞ്ഞാൽ അവരുടെ വിവാഹബന്ധം അവസാനിച്ചു എന്ന് പറയുന്ന ഭീകരമായ ഒരു ക്രൂരത, അതിനെ കുറ്റകൃത്യമായി കണ്ട് അയൺ ഹാൻഡ് കൊണ്ട് നേരിടാൻ തയ്യാറായ ഒരു പ്രധാനമന്ത്രി. ശരീഅത്തൊന്നും നടപ്പാക്കാൻ ഇത് ഇന്ത്യ ഇസ്ലാമിക രാജ്യമല്ല, ഇതൊരു മതേതര രാജ്യമാണെന്ന് പറയുന്ന ഒരു തൻ്റെ ഇടം. അതേപോലെ തന്നെ അദ്ദേഹം എന്താക്ഷേപം വന്നാലും ബേസിക്കലി ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുമത വിശ്വാസത്തെ ഫോളോ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ട് എൻ്റെ വിശ്വാസത്തെ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശമുണ്ട്. അത് എതിർക്കാനുള്ള കാരണം എന്നറിയോ? കാരണം മോദിയെ റോൾ മോഡലാക്കുന്ന, മോദിയിലൂടെ പരക്കുന്ന സന്ദേശം ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്കും ഇന്ത്യ വിരുദ്ധർക്കും വലിയ ഭീഷണിയാണ്. കാരണം നരേന്ദ്രമോദി ക്ഷേത്രത്തിൽ പോകുന്നു. ഇത് കണ്ടു വളരുന്ന നമ്മുടെ യുവതലമുറയും വീണ്ടും അത്തരം കാര്യങ്ങൾ അനുകരിക്കാൻ ഇഷ്ടപ്പെടും. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹിന്ദു വിശ്വാസങ്ങളിൽ നിന്ന് ഈ നാട്ടിലെ യുവതലമുറയിലെ വളർന്നു വരുന്ന തലമുറയൊക്കെ അകറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ഞാൻ ഒരു വിശ്വാസിയായ ഹിന്ദുവാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, അതിനെ ഇവർ ഭയപ്പെടുന്നു. നമ്മുടെ മാതാ അമൃതാനന്ദമയി ദേവിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ, ശത്രുതയ്ക്ക് കാരണം എന്നറിയോ? മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആ കോസ്റ്റൽ മേഖലയിൽ വലിയ തോതിൽ നടന്ന കൺവേർഷൻ ഇല്ലാതായി, മതം മാറ്റം ഇല്ലാണ്ടായി. അമ്മയുടെ പ്രവർത്തനങ്ങളും മഠത്തിൻ്റെ സാന്നിധ്യവും സ്വാധീനമാണ് ഈ മതപരിവർത്തനത്തെ കോസ്റ്റൽ മേഖലയിൽ ചേർക്കുന്നത്. അതുകൊണ്ട് അമ്മയെ കണ്ടുകൂടാ, അമ്മയ്ക്കെതിരെ ആക്ഷേപിക്കുക. അതിൽ മോദി മുന്നോട്ട് വയ്ക്കുന്ന ഹൈന്ദവ വിശ്വാസ ദർശനങ്ങളിലൂടെ ഉണ്ടാവുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് അടുത്തൊരു തലമുറയെ കൂടുതലും സനാതന വിശ്വാസത്തിലേക്ക് ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് മോദിയുടെ ഇത്തരം കാര്യങ്ങൾ എതിർക്കുന്നത്. ഇനി മറ്റൊന്ന്, ഇപ്പം നമ്മൾ നോക്കൂ, നമ്മൾ നരേന്ദ്രമോദിയുടെ 10 വർഷം നോക്കുമ്പോൾ ഈ ഹിന്ദു വികാരമുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വ പറയുന്ന ഒരു സർക്കാർ, ഒരു പാർട്ടിയുടെ സർക്കാർ വന്നിട്ട് ഇന്ത്യ മുഴുവൻ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള സങ്കല്പമൊന്നും അത്ര പ്രായോഗികമല്ല. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. മോദി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇസ്ലാമിക രാജ്യം പോലെ ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യയെ പ്രഖ്യാപിക്കണം, ദേശീയ പതാക മാറ്റിയിട്ട് കാവിക്കുടിയാക്കണം എന്നൊക്കെ കടന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. അതൊന്നും അത്ര പ്രായോഗികമായ കാര്യമാണെന്നുള്ള അഭിപ്രായം എനിക്കുമില്ല. പക്ഷെ നമുക്ക് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ രണ്ടാംകിട പൗരന്മാരായി ജീവിക്കേണ്ടവരല്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഈ BJP സർക്കാർ ഇല്ലാതായിരിക്കട്ടെ, നമ്മുടെ രാജ്യത്ത് എന്താ സംഭവിക്കുക? ഞാൻ അതിന് ഉദാഹരണം പെട്ടെന്ന് പറയാം. നിങ്ങൾ ഇങ്ങോട്ട് പോകണ്ട, കർണാടകയിലേക്ക് പോയാൽ മതി. കർണാടകയിൽ നോക്കൂ, കർണാടകയിൽ നിരന്തരം പ്രശ്നങ്ങളാണ്. ഹിന്ദുക്കൾക്ക് കഴിഞ്ഞ ദിവസം ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായുള്ള ഘോഷയാത്ര നടന്നപ്പോൾ അതിഭീകരമായ ആക്രമണം നടന്നു കർണാടകയിൽ. ഹനുമാൻ ചാലീസ വെച്ചാലാടി, അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ആദായ നികുതി ഏർപ്പെടുത്തുന്നു, ക്ഷേത്ര ഭരണസമിതികളിലേക്ക് അഹിന്ദുക്കളെ കൊണ്ടുവരുന്നു. അങ്ങനെ BJP സർക്കാർ പോയതോടെ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഈ അധികാര സ്ഥാനത്ത് നിന്ന് മാറിയാൽ, അല്ലെങ്കിൽ BJP സർക്കാർ മാറിയാൽ, ഒരു സംശയം വേണ്ട, ഇത് കേൾക്കുന്ന പ്രേക്ഷകരുൾപ്പെടെയുള്ള ആളുകൾക്ക്, അവരിൽ ഹിന്ദുക്കളുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജ്യത്തുണ്ടാവും. ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ രാജ്യത്ത് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾക്ക് നേരെ, ശ്രീരാമനവമിയാവട്ടെ, ദുർഗാപൂജയാവട്ടെ, ഗണേശ ചതുർത്ഥിയാവട്ടെ, എന്തുമാവട്ടെ, അതിന് നേരെ സംഘടിതമായി ആക്രമണങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസം ഒരു ബോർഡ് കണ്ടു, കേരളം, ബംഗാൾ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലത്ത് മറ്റുള്ളവർ മാറണം, അത് മുസ്ലിം പ്യൂരിറ്റിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കാശ്മീർ പോലെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞൊരു ബോർഡ് ചില സ്ഥലങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ ഏതായാലും നമ്മൾ മോദിയെക്കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ മോദി വന്നതിന് ശേഷം വഖഫ് നിയമ ഭേദഗതി, അപ്പോൾ ആളുകൾക്ക് പരാതിയുണ്ട്. 10 വർഷം കിട്ടിയിട്ടും ഇത്രയും കൊടിയ അനീതിയുള്ള ഈ രാജ്യത്തെ മുഴുവൻ സ്വത്തുക്കളും ഒരു പ്രത്യേക വിഭാഗത്തിന് എപ്പോൾ വേണമെങ്കിലും പിടിച്ചെടുക്കാം എന്ന് പറയുന്നൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടായിട്ട് കഴിഞ്ഞ 10 വർഷത്തോടെ അത് സ്ക്രാപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള പരാതിയുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ മോദിയുടെ ഈ പിറന്നാൾ ദിനത്തിൽ അമിത്ഷാ ഊന്നി പറഞ്ഞിട്ടുണ്ട്, അത് എന്തു വില കൊടുത്തും പാസ്സാക്കിയിരിക്കുന്നു. അമിത്ഷാ അങ്ങനെ പറയുന്നത് മോദിയുടെ തീരുമാനമാണ്. അപ്പോൾ മോദി ഒരു വലിയ പ്രതീക്ഷയാണ്. പിന്നെ നമ്മുടെ രാജ്യത്തെ നോക്കൂ, നമ്മൾ ചന്ദ്രനിൽ പോകാൻ ആലോചിക്കുന്നു മനുഷ്യനെ. ലോകത്തെ ഏറ്റവും മികച്ച, ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനകളൊന്നായിട്ട് മാറിയിരിക്കുന്നു. നമ്മളുടെ റെയിൽവേ, നമ്മുടെ റോഡുകൾ, സൈനിക മേഖല, ആണവന്ത്രവാഹിനികൾ, അങ്ങനെ നമ്മൾ ഏത് മേഖലയിലാണ് ഇന്ത്യ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട്
10 വർഷത്തിനിടയിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്താത്തത്. ബ്രഹ്മോസ് മിസൈൽ, തേജസ് പോലെയുള്ള വിമാനങ്ങൾ, അങ്ങനെ നമ്മുടെ സൈന്യത്തിന് വേണ്ടുന്ന പുതിയ പുതിയ ആയുധങ്ങളുടെ വലിയ തോതിലുള്ള സമ്പാദിക്കൽ, നയതന്ത്ര മേഖലയിൽ മറ്റു രാജ്യങ്ങൾ നയതന്ത്ര മേഖലയിൽ ഇപ്പം ഇറാൻ യുദ്ധം നടക്കുമ്പോഴത്തേക്ക് റഷ്യയുടെ ഉപരോധത്തെ മറികടന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നു. അമേരിക്കയ്ക്ക് പ്രശ്നം, അമേരിക്കയ്ക്ക് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾ വിൽക്കുന്നു. അങ്ങനെ ഒരു ഗ്ലോബൽ പ്ലെയറായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ കാരണം ഒരു സംശയവും വേണ്ട, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മികവാർന്ന പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയാണ്. അദ്ദേഹം തീർച്ചയായും നമ്മുടെ രാജ്യത്തെ വലിയ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ ലോക നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനകരമാണ്. കൂട്ടത്തിൽ പറയട്ടെ, 24-ാം തീയതി അദ്ദേഹം US പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് അദ്ദേഹം പറയാൻ പോകുന്നത് തീർച്ചയായും രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ആയിരിക്കത്തില്ല. ഇന്ത്യയെ എങ്ങനെയൊക്കെ നിന്ദിക്കാമോ അങ്ങനെയൊക്കെ നിന്ദിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി പണ്ട് അമേരിക്കയിൽ പോയപ്പോൾ അവിടുത്തെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ അടിയന്തരാവസ്ഥക്കാലത്ത് നിങ്ങൾ ജയിലിൽ കഴിഞ്ഞില്ലേ, അതേക്കുറിച്ച് ഒന്ന് പറയാമെന്ന് ചോദിച്ചു. ഇന്ദിര പറഞ്ഞു, അതെൻ്റെ രാജ്യത്തെ കാര്യമാണ്, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അതാണ് ഇന്ദിരാഗാന്ധി. അവരുടെ ചെറുമകൻ പോയിട്ട് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് തുടങ്ങി, സിഖുകാർക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ വിദേശ മാധ്യമങ്ങളുടെ മുന്നിൽ അപമാനിച്ച ഒരു നികൃഷ്ടനായ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 24-ാം തീയതി US പോകുന്നത്. അദ്ദേഹം തീർച്ചയായും അവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ ആശയങ്ങളെക്കുറിച്ചായിരിക്കും. ഏതായാലും 24-ാം തീയതി അദ്ദേഹം ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ ഇന്ത്യക്കാരെ കാണുന്നുണ്ട്. ഏതാണ്ട് 25,000-ഓളം പേര് ഇതുവരെ അദ്ദേഹത്തെ കാണാൻ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ ഡയസ്പോറയുമായിട്ടും മോദി സംവദിക്കാൻ പോവുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആധുനിക ഇന്ത്യയുടെ മുഖമാണ്. ആധുനിക ഇന്ത്യയെ ചലിപ്പിക്കുന്ന നായകരാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഈ പിറന്നാൾ ദിനത്തിൽ ABC-യുടെ പേരിൽ നമുക്ക് ഒരിക്കൽ കൂടി നേരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.